പ്പെട്ടാൽ ഇന്ത്യയിൽ എവിടെയും വണ്ടി ഓടിക്കാനാവില്ലെന്നും നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. അതിനുകം പ്രധാന തലക്കെട്ടുകൾ. മലപ്പുറം തിരൂരിൽ 10ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച യുവാവ് റിമാൻഡിൽ. തിരൂർ വെട്ടം സ്വദേശി നിഖിലിനെതിരെ ചുമത്തിയത് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ. വണ്ടൂരിൽ 16-കാരിയെ പീഡിപ്പിച്ച എടവണ്ണ സ്വദേശി ശ്രേയസും റിമാൻഡിൽ. വന്യമൃഗ ഭീതി ഒഴിയാതെ ആറളം ഫാം പുനരധിവാസ മേഖല. വീടുകൾക്ക് സമീപം നിലയുറപ്പിച്ച് കാട്ടാനകൾ. അതിരപ്പള്ളിയിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകാൻ വിദഗ്ധ സംഘം. കണ്ണൂർ മണ്ടൂരിൽ വാഹനമിടിച്ച് മധ്യവയസ്കന് ദാരുണാന്ത്യം. മരിച്ചത് അവിഞ്ഞി സ്വദേശി രാമചന്ദ്രൻ. എടപ്പാളിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് 20 പേർക്ക് പരിക്ക്. പുനലൂർ വാഴത്തോപ്പിൽ കാറും ബസ്സും കൂട്ടിയിടിച്ചു. കോഴിക്കോട് കാറിന്റെ ഡോറിലിരുന്ന യുവാക്കളുടെ സാഹസിക യാത്ര. അപകടകരമായ ഡ്രൈവിംഗ് റീൽസ് ചിത്രീകരണത്തിനായി. വിശദമായി തന്നെ നോക്കാം. നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ റോഡ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. നമ്മുടെ സമരം സ്റ്റേറ്റിനെതിരായിട്ടുള്ളതാണ്, ജനങ്ങൾക്കെതിരായിട്ടുള്ളതല്ല. സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരായിട്ടുള്ളതാണ്, സർക്കാരിനെതിരായിട്ടുള്ളതാണ് നമ്മുടെ സമരം. ജനങ്ങൾക്കെതിരായിട്ടുള്ളതല്ല, ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ സമരം. അതുകൊണ്ട് എല്ലാവരും റോഡ് ക്ലിയറി ഇങ്ങോട്ട് ഇടുക്കി ജില്ലാ സെക്രട്ടറി വണ്ടി പോകുന്ന മറ്റു വണ്ടികളാണ് പറയുന്നത്. നിയമസഭയിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. മലപ്പുറം തിരൂരിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ യുവാവിനെ അറസ്റ്റ് ചെയ്തു. തിരൂർ വട്ടം സ്വദേശി നിഖിലാണ് തിരൂർ പോലീസിന്റെ പിടിയിലായത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് 10ാം ക്ലാസ്സുകാരി ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 23-കാരനായ നിഖിൽ പിടിയിലായത്. പോക്സോ വകുപ്പുകൾ ചുമത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കണ്ണൂർ മാലൂരിൽ അമ്മയും മകനും വീട്ടിൽ മരിച്ച നിലയിൽ. നിട്ടാറമ്പ് സ്വദേശികളായ നിർമ്മല, മകൻ സുമേഷ് എന്നിവരാണ് മരിച്ചത്. സുമേഷിനെ തൂങ്ങിയ നിലയിലും നിർമ്മലയെ അതേ മുറിയിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു.
കോഴിക്കോട് നഴ്സിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇഖ്ര ആശുപത്രിയിലെ നഴ്സായ തളിപ്പറമ്പ് കുപ്പം സ്വദേശി അല്ലമീനാണ് മരിച്ചത്. താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുഴഞ്ഞു വീണ് മരിച്ചുവെന്നാണ് പ്രാഥമിക നിഗമനം. നടക്കാവ് പോലീസ് അന്വേഷണം തുടങ്ങി. വിദ്യാർത്ഥികളെ കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പിടിയിലായ യൂട്യൂബർ മണവാളനെ സ്റ്റേഷനിലേക്ക് എത്തിച്ചു. തൃശൂർ വെസ്റ്റ് സ്റ്റേഷനിലാണ് ഇയാളെ എത്തിച്ചത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. 2024 ഏപ്രിലിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. എല്ലാരും ഉണ്ടല്ലോ. അതിനുള്ള തെളിവുമായിട്ട് ഞാൻ വരുന്നതാണ്. കൊല്ലം ചിതറയിൽ അനധികൃത ഗ്യാസ് ഏജൻസിയിൽ പരിശോധന. കല്ലുവെട്ടാങ്കുഴിക്ക് സമീപം വാടക വീട്ടിലായിരുന്നു അനധികൃത ഗ്യാസ് ഏജൻസി പ്രവർത്തിച്ചിരുന്നത്. ഇവിടെ നിന്നും 90ഓളം സിലിണ്ടറുകൾ കണ്ടെടുത്തു. ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. ജീവനക്കാരെ കസ്റ്റഡിയിൽ എടുത്തു. കോഴിക്കോട് കാറിന്റെ ഡോറിലിരുന്ന് യാത്ര ചെയ്ത് യുവാക്കളുടെ അഭ്യാസ പ്രകടനം. വളയം, നാദാപുരം പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് സംഭവം നടന്നത്. റീൽസ് ചിത്രീകരണത്തിനായിരുന്നു അപകടകരമായ ഡ്രൈവിംഗ്. മറ്റ് വാഹനങ്ങൾക്ക് ഗതാഗത തടസ്സമുണ്ടാക്കിയായിരുന്നു യാത്ര. പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചുമായിരുന്നു യാത്രയ്ക്കിടെ 3 കിലോമീറ്ററോളം ദൂരത്തെ യാത്ര. മലപ്പുറം കോട്ടക്കലിൽ അനർഹർ ക്ഷേമ പെൻഷൻ വാങ്ങിയ സംഭവത്തിൽ PF പെൻഷനൊപ്പം ക്ഷേമ പെൻഷനും വാങ്ങിയവരിൽ നിന്ന് മുഴുവൻ തുകയും പലിശ സഹിതം ഈടാക്കാൻ തീരുമാനം. നഗരസഭയിലെ നായാടിപ്പാറ വാർഡിൽ അനർഹർ ക്ഷേമ പെൻഷൻ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് അടിയന്തര കൗൺസിൽ യോഗത്തിലാണ് തീരുമാനമെടുത്തത്. കോട്ടക്കൽ നഗരസഭയിലെ നായാടിപ്പാറ വാർഡിൽ അനർഹർ ക്ഷേമ പെൻഷൻ വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് നഗരസഭയിൽ അടിയന്തര കൌൺസിൽ യോഗം ചേർന്നത്. യോഗത്തിൽ തുക തിരിച്ചുപിടിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. സർക്കാർ നിർദ്ദേശപ്രകാരമാണ് യോഗം ചേർന്നത്. ധനവകുപ്പും വിജിലൻസുമാണ് ചിലർ അനർഹമായി പെൻഷൻ വാങ്ങിയതായി ആദ്യം കണ്ടെത്തിയത്. പിന്നീട് നഗരസഭ നിയോഗിച്ച സമിതിയും 27 പേർ അനർഹമായി പെൻഷൻ കൈപ്പറ്റിയതായി കണ്ടെത്തിയിരുന്നു. തുടർ നടപടികൾ സ്വീകരിക്കാൻ ധനവകുപ്പ് ഡയറക്ടറെയും തദ്ദേശഭരണ ഡയറക്ടറെയും ധനവകുപ്പ് ചുമതലപ്പെടുത്തി. പെൻഷൻ ഇനത്തിൽ വാങ്ങിയ തുക അനർഹരിൽ നിന്ന് പിഴ സഹിതം തിരിച്ചുപിടിക്കുന്ന കാര്യമെല്ലാം ഈ വിഭാഗങ്ങളാണ് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായാണ് കൌൺസിൽ യോഗം വിളിക്കാൻ നഗരസഭയോട് ആവശ്യപ്പെട്ടത്. യോഗത്തിൽ നഗരസഭയിലെ നായാടിപ്പാറ വാർഡിൽ അനർഹർ ക്ഷേമ പെൻഷൻ വാങ്ങിയ സംഭവത്തിൽ PF പെൻഷനൊപ്പം ക്ഷേമ പെൻഷനും വാങ്ങിയവരിൽ നിന്ന് മുഴുവൻ തുകയും പലിശ സഹിതം ഈടാക്കാൻ തീരുമാനമായി. അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവരിൽ നിന്ന് അനധികൃതമെന്ന് കണ്ടെത്തിയതു മുതലുള്ള തുകയും തിരിച്ചു വാങ്ങും. ന്യൂസ് 18 തിരൂർ. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് അനുവദിച്ചെങ്കിലും പണം കിട്ടുന്നില്ലെന്ന് പരാതി. കണ്ണൂർ നടുവിൽ പഞ്ചായത്തിലെ ആനക്കുഴി സ്വദേശിനി മറിയമാണ് പരാതിയുമായി രംഗത്തെത്തിയത്. 1.5 വർഷം മുമ്പാണ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മറിയത്തിന്റെ കുടുംബത്തിന് നടുവിൽ പഞ്ചായത്ത് വീട് അനുവദിച്ചത്. ആദ്യ ഗഡുവായി 40,000 രൂപയും 1 വർഷം മുമ്പ് നൽകി. എന്നാൽ പിന്നീട് 1 രൂപ പോലും ഇവർക്ക് ലഭിച്ചതുമില്ല. ഇവിടെ പഴയ വീടുണ്ടായിരുന്നു. അത് കട്ട വീടാണ്. 30 വർഷം ആയ വീടാണ്. അതിപ്പം മാറാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും പ്ലാസ്റ്റിക് വെച്ച് കെട്ടിയാണ് താമസിക്കുന്നത്. പിന്നെ പയ്യെ താളായതുകൊണ്ട് പിന്നെ അനുകൂലിയിൽ പാസ്സായി. അപ്പോൾ അവർ നമുക്ക് ഡിസംബറിൽ പൈസ പാസ്സായിരുന്നു. പിന്നെ എടുത്തത് ഏപ്രിലാണ്. അപ്പോൾ ഞങ്ങൾ നോൻപലായിട്ട് അത് കഴിഞ്ഞിട്ട് വീട് നോക്കാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് ലേറ്റായി. അതിന് പിന്നെ പൈസ ഇങ്ങനെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് വേറെ പൈസ കിട്ടിയിരുന്നില്ല. പിന്നെ തീരുമാനമാക്കി ചെയ്തോ പൈസ ഞങ്ങൾക്ക് വരും എന്നൊക്കെ പറഞ്ഞൊരു പേരിൽ ഞങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് അവിടെ നിന്നൊക്കെ പൈസയൊക്കെ കടമൊക്കെ ആക്കിയിട്ട് ഒരു വാർക്ക് വരെ വെള്ളം കിട്ടി. പിന്നെ എന്തിനും വെള്ളം പറ്റിപ്പോയായിരുന്നു. പിന്നെ അയൽക്കാരന് സഹകരിച്ചു വീട് യുദ്ധത്തിലാക്കി. അപ്പം വിളിക്കുമ്പം പറയുന്ന പൈസ വന്നില്ല, പൈസ വരുമ്പം ഞങ്ങളോട് പറയാം ഇടാന്നൊക്കെയാണ് പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ വീട് പൊളിച്ചു നീക്കിയാണ് ഈ കാണുന്ന തരത്തിൽ ഒരു വീട് നിർമ്മിച്ചത്. 2 ബെഡ്റൂമും ഹാളും ശൗചാലയവും ഉള്ള ഒരു കുഞ്ഞു വീട്. ബാക്കി ഗഡു ഉടൻ അനുവദിച്ചു തരുമെന്നുള്ള അധികൃതരുടെ വാക്കുകൾ കേട്ടാണ് കിട്ടിയ പണവും മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങിയും എല്ലാം കൂട്ടി ഇത്രത്തോളം എത്തിച്ചത്. എന്നാൽ പണം ലഭിക്കാതെ വന്നതോടെ ഇവരാകെ ദുരിതത്തിലായിരിക്കുകയാണ്. മറിയത്തിന്റെ ഭർത്താവ് ആലി സ്ട്രോക്ക് വന്നതിനാൽ തളർന്നു കിടക്കുന്നു. വാസയോഗ്യമല്ലാതെ ഉപേക്ഷിച്ചു കിടന്ന അയൽവാസിയുടെ പഴയ വീടിന് മുകളിൽ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയാണ് ഇപ്പോൾ ഇവരുടെ താമസം. മഴക്കാലം വരുന്നതിന് മുമ്പെങ്കിലും വീടിന്റെ പണി പൂർത്തിയാക്കാൻ അധികൃതർ സഹായിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇത് മറിയത്തിന് മാത്രം വിഷയമല്ല.
ഫണ്ട് വിതരണത്തിലെ അപാകത കാരണം ഇത്തരത്തിൽ ഒട്ടേറെ കുടുംബങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ തന്നെ ദുരിതത്തിലായിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ കുടുംബങ്ങൾക്ക് ഒരു വീടെടുക്കുവാനുള്ള സംവിധാനം ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് അപേക്ഷിക്കുവാനുള്ളത്. ശ്രീനി ആലക്കോട്ട്, ന്യൂസ് 18 കണ്ണൂർ. ഇടുക്കി മൂന്നാറിൽ ടൂറിസം ഇൻഫർമേഷൻ ഓഫീസിന് സമീപമുണ്ടായ തീപിടുത്തത്തിൽ DTPCയുടെ കട കത്തി നശിച്ചു. അഗ്നിരക്ഷാസേന എത്തി തീ അണച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം തീപിടുത്തത്തിൽ ഉണ്ടായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പഴയ മൂന്നാർ ടൗണിൽ കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം. ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് കീഴിലുള്ള മൂന്നാറിലെ ടൂറിസം ഇൻഫർമേഷൻ ഓഫീസിന് സമീപമാണ് തീപിടുത്തമുണ്ടായത്. ഇതോടെ ഇവിടെ പ്രവർത്തിച്ചിരുന്ന കട കത്തി നശിച്ചു. ടൂറിസം പ്രൊമോഷൻ കൌൺസിലിൽ നിന്നും സ്വകാര്യ വ്യക്തി വാടകയ്ക്കെടുത്ത് നടത്തിയിരുന്ന കടയിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തമുണ്ടായത് എങ്ങനെയെന്ന കാരണം വ്യക്തമല്ല. രാത്രി ഇതുവഴി സഞ്ചരിച്ച പോലീസ് സംഘമാണ് കടയ്ക്കുള്ളിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധിച്ചത്. ഇതോടെ വിവരം അഗ്നിരക്ഷാസേനയെ അറിയിച്ചു. തുടർന്ന് നല്ല തണ്ണിയിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തി കടയുടെ ഷട്ടർ തകർത്ത് അകത്ത് പ്രവേശിച്ച് തീ അണയ്ക്കുകയായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം തീപിടുത്തത്തിലുണ്ടായതായി കണക്കാക്കുന്നു. തീ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാതിരുന്നത് കൂടുതൽ അപകടം ഒഴിവാക്കി. പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരു കുടുംബത്തോട് സംഭവത്തെ തുടർന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് 18 മൂന്നാർ. കാട്ടാന ഭീതി ഒഴിയാതെ കണ്ണൂർ ആറളം ഫാം പുനരധിവാസ മേഖല. ദിവസങ്ങളായി മേഖലയിൽ ആനകളുടെ സാന്നിധ്യമുണ്ട്. വീടുകൾക്ക് ചുറ്റും നിലയുറപ്പിക്കുന്നതും പതിവ് കാഴ്ചയാണ്. 10, 11, 13 ബ്ലോക്കുകളിലെ 7 ഇടങ്ങളിൽ കാട്ടാനകൾ തമ്പടിച്ചിട്ടുണ്ട്. നാട്ടുകാർ കടുത്ത ഭീതിയിലാണ്. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകാൻ വിദഗ്ധ സംഘം. കാട്ടാനയുള്ള കാലടി പ്ലാന്റേഷൻ 2ാം ബ്ലോക്കിൽ വെറ്റിനറി ഡോക്ടർ ഉൾപ്പെട്ട സംഘമാണ് ആന പരിശോധന നടത്തുകയാണ്. കുങ്കിയാനകളുടെ സഹായത്തോടെ ആനയെ പിടികൂടി മയക്കുവെടിവെച്ച് ശേഷം ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. വിക്രം, സുരേന്ദ്രൻ എന്നീ ആനകൾ ഉടൻ അതിരപ്പള്ളിയിലെത്തും. ഡോക്ടർ അരുൺ സക്കറിയയും 20 പേരടങ്ങുന്ന സംഘവും നാളെ അതിരപ്പള്ളിയിലെത്തും. ആനയ്ക്ക് പെല്ലറ്റ് കൊണ്ടുള്ള മുറിവേറ്റതായാണ് സംശയിക്കുന്നത്. ഭക്ഷണം ഉൾപ്പെടെ എടുക്കാൻ ആനയ്ക്ക് അവശതകൾ ഉള്ളതായിട്ടാണ് നിഗമനം. കണ്ണൂർ മണ്ടൂരിൽ പ്രഭാത സവാരിക്കിറങ്ങിയ ആൾ വാഹനമിടിച്ച് മരിച്ചു. അവിഞ്ഞി സ്വദേശി രാമചന്ദ്രനാണ് മരിച്ചത്. രാവിലെ 5:45 അപകടം. ഇടിച്ച വാഹനം നിർത്താതെ പോവുകയും ചെയ്തു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊല്ലം പുനലൂർ വാഴത്തോപ്പിൽ കാറും ബസ്സും കൂട്ടിയിടിച്ച അപകടം. 2 പേർക്ക് ഗുരുതര പരിക്ക്. മലപ്പുറം സ്വദേശി സുനീഷ്, അജിത എന്നിവർക്കാണ് പരിക്കേറ്റത്. ബസ് യാത്രികർക്കും പരിക്കുണ്ട്. ഇന്ന് രാവിലെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലാണ് അപകടമുണ്ടായത്. പത്തനാപുരം ഭാഗത്തു നിന്ന് പുനലൂരിലേക്ക് വഴിയായിരുന്ന കാർ മറ്റൊരു ബസ്സിനെ മറികടക്കുന്നതിന് ഇടെ എതിരെ വന്ന സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മലപ്പുറം എടപ്പാളിന് സമീപം മാണൂരിൽ KSRTC ബസ്സും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് 20-ലധികം പേർക്ക് പരിക്ക്. പുലർച്ചെ 3 മണിയോടെയാണ് അപകടമുണ്ടായത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പമ്പയിൽ നിന്നും മാനന്തവാടിയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സും കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് കൽമണ്ഡപം വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് BJP പ്രതിഷേധം. എലപ്പുള്ളിയിലെ വിവാദ ബ്രൂവറിയിലേക്ക് ആവശ്യമായ വെള്ളം മലമ്പുഴയിൽ നിന്ന് നൽകുന്നതിന് എതിരെയായിരുന്നു പ്രതിഷേധം. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. കോഴിക്കോട് JCI മുക്കം മൈത്രി മുസ്ലിം ഓർഫനേജിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മുക്കം നഗരസഭ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ജിലായം ഉദ്ഘാടനം ചെയ്തു. VHSS ഗേൾസ്, NSS യൂണിറ്റ്, ഇഖ്ര ആശുപത്രികളുടെയും ആഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പ്. 100ഓളം പേർ രക്തദാനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് ഓഫ് മാരാരിയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നടപ്പിലാക്കുന്ന ഉദയകിരൺ ഭവന പദ്ധതിയുടെ ഉദ്ഘാടനം ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നടന്നു. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധി ജബ്ബാർ വീടുകളുടെ കല്ലിടൽ കർമ്മം നിർവഹിച്ചു. 7 ലക്ഷം രൂപ വിലമതിക്കുന്ന വീടുകളാണ് ഉദയകിരണിന്റെ ഭാഗമായി സൗജന്യമായി നിർമ്മിച്ചു നൽകുക. സ്വന്തമായി 3 മുതൽ 5 സെന്റ് വരെ സ്ഥലമുള്ള വാസയോഗ്യമായ വീടില്ലാത്ത നിർധനരായ ആളുകൾക്കാണ് റോട്ടറി ക്ലബ്ബ് ഉദയകിരണിന്റെ ഭാഗമായി സൗജന്യമായി വീട് വെച്ച് നൽകുക. ഓരോ വീടിനും 7 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. തുകയുടെ പകുതി കൊച്ചോസ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ബാക്കി തുക റോട്ടറിയും ഉപഭോക്താവും ചേർന്ന് വഹിക്കും. 10 വീടുകളാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് മാരാരി ആദ്യഘട്ടത്തിൽ നിർമ്മിച്ചു നൽകുക. റോട്ടറി ഡിസ്ട്രിക്റ്റിൽ മുഴുവനായി 250 വീടുകൾക്ക് 17,50,00,000 രൂപയാണ് ഉദയകിരൺ പദ്ധതിയുടെ ഭാഗമായി ഭവന നിർമ്മാണത്തിനായി ചിലവഴിക്കുക.
റിട്ടയർഡ് ഇറിഗേഷൻ എഞ്ചിനീയർ ഹരൻ ബാബുവാണ് റവന്യൂ ഡിസ്ട്രിക്ട് പ്രൊജക്ട് ചെയർമാൻ. റോട്ടറി ഡിസ്ട്രിക്ട് 3211 ചെയർമാൻ സുധി ജബ്ബാറിനെ കൂടാതെ അഡീഷണൽ DG KG പിള്ള, റോട്ടറി ക്ലബ് ഓഫ് മാരാരി പ്രസിഡന്റ് സിബി വിജയൻ, സെക്രട്ടറി ജോമോൻ ജോയ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 ആലപ്പുഴ. കവി സുഗതകുമാരിയുടെ നവതി ആഘോഷത്തിന്റെ ഭാഗമായി ആറന്മുളയിൽ സുഗതോത്സവം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി നടത്തിയ വനയാത്രയും ശ്രദ്ധേയ കാഴ്ചയായി. പ്രകൃതിയെ തൊട്ടറിഞ്ഞ് പച്ചപ്പ് നിറഞ്ഞ വനത്തിലൂടെ യാത്ര പ്രകൃതി സംരക്ഷണത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായി. കുട്ടികളും മുതിർന്നവരും യാത്ര ഒരുപോലെ ആസ്വദിച്ചു. സുഗതകുമാരിയുടെ കവിതകൾ സുഗതവനത്തിൽ ആലപിച്ചു. കുമ്മനം രാജശേഖരൻ, കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആറന്മുള വിദ്യാധിരാജ വിദ്യാപീഠം സ്കൂളിലെ കുട്ടികളുടെ യാത്ര. ഇന്ന് കുട്ടികൾ സുഗതവനത്തിലൂടെ ഒരു യാത്ര നടത്തി. പ്രകൃതിയെ നേരിട്ട് അറിയാൻ, പ്രകൃതിയിൽ കാണുന്ന സസ്യലതാദികളും ജന്തുജീവജാലങ്ങളും പക്ഷികളും ഒക്കെ അടങ്ങുന്ന ആ ഒരു പ്രപഞ്ചം നേരിട്ട് കാണാനും മനസ്സിലാക്കാനും അവർക്ക് കഴിഞ്ഞു. ഈ പ്രദേശം, ഈ സുഗതവനത്തിൻ്റെ ചുറ്റുപാടും എന്ന് പറയുന്നത് തണ്ണീർത്തടമാണ്, നീർത്തടങ്ങളാണ്, അതുപോലെ പമ്പാ നദിയാണ്. അങ്ങനെ നദിയും പുഴയും മലയും എല്ലാം ഉൾക്കൊള്ളുന്ന ആ ഒരു ഭൂപ്രദേശം നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞത് അവർക്കൊരു നവ്യ അനുഭവമായി. ഒരു വർഷം നീണ്ടുനിന്ന നവതി ആഘോഷത്തിന്റെ ഭാഗമായുള്ള സുഗതോത്സവത്തിന് ഇന്ന് സമാപനമാകും. ന്യൂസ് 18 പത്തനംതിട്ട. ഇടുക്കി, കോട്ടയം ജില്ലകളുടെ അതിർത്തി നിർണ്ണയിക്കാത്തത് ടൂറിസ്റ്റ് കേന്ദ്രമായ ഇലവീഴ പൂഞ്ചിറയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കാൻ തീരുമാനിച്ച പദ്ധതികൾ പോലും അതിർത്തി തർക്കത്തിൽ തട്ടി നടപ്പാക്കാനാവാത്ത സ്ഥിതിയിലാണ്. മലനിരകളാൽ ചുറ്റപ്പെട്ട മലങ്കര ജലാശയം മുതൽ കോട്ടയം, ഇടുക്കി, എറണാകുളം തുടങ്ങി വിവിധ ജില്ലകളുടെ ദൂരക്കാഴ്ചകൾ വരെ സമ്മാനിക്കുന്ന ഇടമാണ് ഇലവീഴ പൂഞ്ചിറ. സമുദ്രനിരപ്പിൽ നിന്നും 3200 അടി ഉയരമുള്ള ഈ ടൂറിസം കേന്ദ്രത്തിലേക്ക് നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിനം പ്രതിയെത്തുന്നത്. പൂഞ്ചിറ മലനിരയുടെ ഒരു വശം കോട്ടയവും മറുവശം ഇടുക്കിയുമാണ്. എന്നാൽ രണ്ട് ജില്ലകൾ തമ്മിൽ കൃത്യമായി അതിർത്തി നിർണ്ണയിക്കാത്തത് വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഈ കോട്ടയം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും അതിർത്തി പ്രദേശമാണ് ഇലവീഴ പൂഞ്ചിറ. പക്ഷെ ഈ അതിർത്തി പ്രദേശത്തെ അതിർത്തി ഇതുവരെ വ്യക്തമായി നിർണ്ണയിക്കപ്പെടാത്തതിനാൽ ഇടുക്കി ജില്ലയുടെ എവിടെയാണ് ഒരു വാഷേരി നിർമ്മിക്കേണ്ടത് അറിയാത്തത് കൊണ്ട് ആ ഫണ്ട് ലാപ്സായി പോവുകയാണ് ഉണ്ടാകുന്നത്. കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കേരള സർക്കാരും ഒക്കെ ടൂറിസം വികസനത്തിന് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ടൂറിസം എന്ന പേരിൽ വലിയ വലിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഇതുപോലെ പ്രകൃതി മനോഹരമായ ഒരു മേഖലയിൽ ഒരു സിനിമ പോലും നിർമ്മിച്ച സിനിമ കണ്ട ആളുകൾ ധാരാളമായി എത്തിച്ചേരുന്ന, ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേർന്ന ഈ ഹിൽ സ്റ്റേഷനിൽ ഇവിടെ ഇത്തരത്തിലുള്ള ഭൂമിശാസ്ത്രപരമായ അല്ലെങ്കിൽ ഭരണപരമായ തർക്കങ്ങളുടെ പേരിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നടത്താതെ പോകുന്നത് കൊണ്ട് ടൂറിസം മേഖലയ്ക്ക് നമുക്ക് ലഭ്യമാകേണ്ട യാതൊരു ആനുകൂല്യങ്ങളും കിട്ടാതെ പോവുകയാണ്. ഇടുക്കി ജില്ലയിലെ കുടയത്തൂർ, കോട്ടയം ജില്ലയിലെ മേലുകാവ് എന്നീ പഞ്ചായത്തുകൾക്ക് കീഴിലാണ് ഇലവീഴ പൂഞ്ചിറ ഉൾപ്പെടുന്ന ഈ പ്രദേശം. അടിസ്ഥാന വികസനത്തിന്റെ ഭാഗമായി ഇവിടെ ശുചിമുറി നിർമ്മിക്കാൻ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ നിന്നും 25 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ അതിർത്തി തർക്കത്തെ തുടർന്ന് പദ്ധതി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണ്. താലൂക്ക് വികസന സമിതി യോഗത്തിലടക്കം പ്രശ്നം ഉന്നയിച്ചിരുന്നെങ്കിലും ഇതുവരെ പരിഹാരമായിട്ടില്ല. രണ്ട് ജില്ലകൾ കൂടിച്ചേരുന്ന ഇവിടെ കൃത്യമായി അതിർത്തി നിർണയിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് 18 ഇടുക്കി. മൂന്നാറിൽ ഹൈടെക് നിലവാരത്തിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡ് വേണമെന്ന് ആവശ്യം. നിലവിൽ അസൗകര്യങ്ങളുടെ നടുവിൽ നട്ടം തിരികെയാണ് മൂന്നാറിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ്. യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെ ടാക്സി സ്റ്റാൻഡിനുള്ളിലാണ് ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. 2018 BSNL ഓഫീസിന് സമീപത്ത് നിന്ന് ബസ് സ്റ്റാൻഡ് മാറ്റി സ്ഥാപിച്ചത്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് മൂന്നാർ. എന്നാൽ നൂറുകണക്കിന് ആളുകൾ വന്നുപോകുന്ന മൂന്നാറിൽ മതിയായ അടിസ്ഥാന സൗകര്യങ്ങളോടെ ഒരു സ്വകാര്യ ബസ് സ്റ്റാൻഡ് ഇനിയും നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. അസൗകര്യങ്ങളുടെ നടുവിലാണ് നിലവിൽ മൂന്നാറിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. 3-4 ബസ്സുകൾ മാത്രം നിർത്തിയിടാൻ സൗകര്യമുള്ള സ്റ്റാൻഡിലെ തിരക്ക് പലപ്പോഴും വാക്ക് തർക്കങ്ങൾക്ക് കാരണമാകാറുണ്ട്. ടാക്സി ജീപ്പുകളും ഓട്ടോറിക്ഷകളും പാർക്ക് ചെയ്യുന്നതിനാൽ വളരെ ഇടുങ്ങിയ വഴിയിലൂടെ ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാനാകൂ. ഹൈടെക് നിലവാരത്തിൽ മൂന്നാറിൽ ഒരു സ്വകാര്യ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം. ഒരു ബസ് സ്റ്റാൻഡ് എന്നത് ഒരു സ്വപ്നമായി മാത്രം തീർന്നുകൊണ്ടിരിക്കുകയാണ്. പല കമ്മിറ്റികളിലും ഈ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല തീരുമാനങ്ങൾ എടുത്താലും എന്നാൽ നാളിതുവരെ അത് നിലവിൽ വന്നിട്ടില്ല. ഒരു നല്ല ഹൈടെക് രീതിയിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനും അതോടൊപ്പം തന്നെ ആ ബസ് സ്റ്റാൻഡിൽ ടോയ്ലറ്റുകൾ നിർമ്മിക്കുന്നതിനും ഉടനടി തന്നെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യാത്രക്കാർക്ക് ആവശ്യമായ ഇരിപ്പിടങ്ങളും നിലവിലെ ബസ് സ്റ്റാൻഡിലില്ല. ഇടയ്ക്ക് സ്വകാര്യ ബസ് സ്റ്റാൻഡ് ലക്ഷ്മി റോഡിലേക്ക് മാറ്റിയിരുന്നു.
നിലവിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഭാഗത്തെ ടാക്സി സ്റ്റാൻഡിനുള്ളിലാണ് ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. 2018-ലാണ് BSNL ഓഫീസിന് സമീപത്ത് നിന്ന് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലേക്ക് ബസ് സ്റ്റാൻഡ് മാറ്റി സ്ഥാപിച്ചത്. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഇവിടെ മെച്ചപ്പെട്ട നിലവാരത്തിൽ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലാത്തത് എല്ലാവരെയും വലയ്ക്കുന്നുണ്ട്. ന്യൂസ് 18 മൂന്നാർ. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ മേഖലയിൽ കടുത്ത വരൾച്ച. കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ നാട്ടുകാർ ആശങ്കയിലാണ്. വേനൽ കടുക്കുമ്പോൾ പ്രയാസം വർദ്ധിക്കുകയും ചെയ്യും. കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങുകയാണ് വിലങ്ങാട്. വേനലെത്തും മുൻപേ മയ്യഴിപ്പുഴ വറ്റിത്തുടങ്ങി. ആദ്യമേ പുഴയ്ക്ക് നല്ലൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്ന സാധനമാണ്. പിന്നെ ഈ ഉരുൾ പൊട്ടിയതിന് ശേഷം പുഴയുടെ മൊത്തം കല്ലും തടി കഷ്ണങ്ങളെല്ലാം വന്നുകൊണ്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണെങ്കിലും ഇനിയുള്ള സമയത്താണെങ്കിലും ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു പോക്കിൻ്റെ അല്ല ചലനത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇനിയൊരു വലിയൊരു മഴയോ ഉരുൾപൊട്ടലോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് പുഴ മുഴുവൻ കവിഞ്ഞ് മറ്റ് പറമ്പുകളിലേക്കോ അല്ലെങ്കിൽ പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെയാണെങ്കിലും പ്രത്യേകിച്ച് ഇപ്പം മനുഷ്യരുടെ കുടിവെള്ളത്തിനാണെങ്കിലും ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ പുഴയുടെ ചിലയിടത്തൊക്കെ ഈ സ്ഥാനം മാറി ഒഴുകിയതും അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെല്ലാം ഒരു കുടിവെള്ളത്തിനാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു ആവശ്യങ്ങൾക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട്. പുഴയുടെ ഉത്ഭവ കേന്ദ്രങ്ങളായ പുല്ലുവ, മലയങ്ങാട് പുഴകളാണ് വറ്റിയത്. കഴിഞ്ഞ ജൂലൈ 30-ന് ഉരുൾപൊട്ടി മലവെള്ളം കുത്തിയൊലിച്ച പുഴകളിൽ ഡിസംബറിൽ തന്നെ വെള്ളം വറ്റിയിരുന്നു. പുഴയിൽ വെള്ളം തീരെ ഇല്ല, ഒഴുക്ക് കുറഞ്ഞു, വെള്ളത്തിൻ്റെ നിറമെല്ലാം മാറി, കല്ലിൻ്റെ എല്ലാം നിറം മാറി. പിന്നെ ഞങ്ങളെല്ലാം കുടിക്കുന്നത് ഓസിട്ട് വെള്ളം എടുത്താണ് ഞങ്ങളെല്ലാം കുടിക്കുന്നത്. ഇപ്പോൾ ഓസിട്ടാലും നല്ല വെള്ളം കിട്ടാനില്ല, ലേശം വെള്ളം ആകെ പുഴയിലുള്ളൂ. വടകര ബീച്ച് ഭാഗം ഉൾപ്പെടെയുള്ള 7 പഞ്ചായത്തുകളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നത് മയ്യഴിപ്പുഴയിലെ വിഷ്ണുമംഗലം ബണ്ടിൽ നിന്നാണ്. പുഴ വറ്റിയതോടെ ബണ്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞു. ബണ്ടിന് താഴെയുള്ള ഭാഗങ്ങളിലും ജലവിതാനം താഴ്ന്നു. ന്യൂസ് 18 വിലങ്ങാട്. സംഗീതം ആസ്വദിക്കാൻ ഗ്രാമഫോൺ മുതൽ അത്യാധുനിക ഉപകരണങ്ങൾ വരെ സൂക്ഷിക്കുന്ന തിരുവനന്തപുരം സ്വദേശി ഒന്ന് പരിചയപ്പെട്ടാലോ? വെള്ളറട സ്വദേശി പ്രസാദിന്റെ പക്കലാണ് ഈ അപൂർവ ശേഖരമുള്ളത്. ഗ്രാമഫോൺ മുതൽ പെൻഡ്രൈവ് വരെ 1.5 പതിറ്റാണ്ട് മുൻപാണ് പ്രസാദ് ഇവ ശേഖരിച്ചു തുടങ്ങിയത്. കൗതുകമുണർത്തുന്നതാണ് ഓരോ വസ്തുക്കളും. പ്രസാദിന് സംഗീതത്തോടുള്ള ഇഷ്ടം വ്യക്തമാക്കുന്നതാണ് ഇവയൊക്കെ. പഴയകാല പാട്ടുകളോടുള്ള അടങ്ങാത്ത കമ്പമാണ് ഗ്രാമഫോണിനോടുള്ള താല്പര്യത്തിന് പിന്നിൽ. ഇതിനു പുറമെ റെക്കോർഡ് പ്ലെയർ, പൂൾ ടേപ്പ്, ടേപ്പ് റെക്കോർഡർ, കാസറ്റ് ഡെക്ക്, ആദ്യകാല ഫോൺ റെക്കോർഡർ തുടങ്ങിയവയുമുണ്ട്. ഞാൻ ഈ 2010 കളക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ LP റെക്കോർഡ് ആദ്യം എനിക്ക് കിട്ടിയത് ഈ സത്യം ആഡിയോസിൻ്റെ ഒരു റെക്കോർഡ്. അപ്പോൾ ഞാൻ പോയപ്പോൾ തിരുവനന്തപുരത്ത് ഒരു മ്യൂസിക് ഷോപ്പിലുണ്ടായിരുന്നു. അത് എൻ്റെ കയ്യിൽ കിട്ടി. അതെൻ്റെ കയ്യിൽ കിട്ടിയെങ്കിലും ഇന്ന് പലരുടെയും കയ്യിൽ അതില്ല. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഇതിൻ്റെ കൂടുതൽ കളക്ഷൻ, ഒത്തിരി റെക്കോർഡുകൾ ഇറങ്ങിയിട്ടുണ്ടെന്നും ദാസേട്ടൻ്റെ തന്നെ ഒത്തിരി വോളിയങ്ങൾ മലയാളം പാട്ടിൻ്റെ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞത്. അതനുസരിച്ച് ഞാൻ ഒത്തിരി കളക്ട് ചെയ്തിട്ടുണ്ട്. മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലെ 1000-ഓളം റെക്കോർഡുകളും 5000-ഓളം സ്റ്റീരിയോ കാസറ്റുകളും പ്രസാദിന്റെ ശേഖരത്തിലുണ്ട്. കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ അംഗം കൂടിയാണ് പ്രസാദ്. പൊതുജനങ്ങൾക്ക് കാണാനും സംഗീതം ആസ്വദിക്കാനും വീടിനോട് ചേർന്ന് ഒരു മ്യൂസിയം തയ്യാറാക്കണമെന്നാണ് ആഗ്രഹം. ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്താൻ ടെക്നീഷ്യന്മാരുടെ കുറവുള്ളതാണ് വെല്ലുവിളിയെന്ന് പ്രസാദ് പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. 5ാം ക്ലാസ്സുകാരിയായ ആദിശ്രീയും കൂട്ടുകാരും വ്യത്യസ്തമായൊരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. 15,000 വിത്തുകൾ മുളപ്പിക്കാനാണ് ഈ വിദ്യാർത്ഥിയുടെ തീരുമാനം. നെടുങ്കണ്ടം പഞ്ചായത്ത് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ആദിശ്രീ. തന്റെ 10ാം പിറന്നാൾ ദിനത്തിൽ പയറിന്റെയും ചോളത്തിന്റെയും വിത്തുകൾ നിറച്ച പാക്കറ്റുകളുമായാണ് സ്കൂളിലെത്തിയത്. സ്കൂളിലെ 615 വിദ്യാർത്ഥികൾക്കും 25 അധ്യാപകർക്കും ആദിശ്രീ വിത്ത് നിറച്ച പാക്കറ്റുകൾ നൽകി. ഞാൻ പേപ്പർ കവറിലാണ് പാക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ വലിച്ചെറിഞ്ഞാലും നമുക്ക് അതിലൂടെ മഴ പെയ്യുമ്പോൾ കിളുത്ത് വരും. അങ്ങനത്തെ രീതിയിലാണ് ഞാനിത് കൊടുത്തിരിക്കുന്നത്. ഞാനും എൻ്റെ അച്ഛയും കൂടെയാണ് ഞങ്ങളിത് പ്ലാൻ ചെയ്തത്. ആകെ 15,000 വിത്തുകൾ മുളപ്പിക്കാനാണ് തീരുമാനം. ചെറുപ്രായത്തിൽ തന്നെ പൊതുസ്ഥലങ്ങളിലടക്കം വൃക്ഷത്തൈകൾ നട്ടുപരിപാലിച്ച് പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം പകർന്നു നൽകുന്ന ആദിശ്രീയുടെ ഉദ്യമം സ്കൂളും ഏറ്റെടുത്തു. ആദിശ്രീ ഇതിന്റെ പിന്നില് വലിയ ഒരു ലക്ഷ്യമുണ്ട്. വിഷരഹിതമായ പച്ചക്കറി പഞ്ചായത്ത് UP സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും വീട്ടില് ഉൽപ്പാദിപ്പിച്ച് അത് കഴിക്കുക. അതിനുവേണ്ടിയുള്ള ഒരു വലിയ ശ്രമമാണ് ഈ മിടുക്കി ഈ പിറന്നാൾ ദിനത്തിൽ നടത്തിയിരിക്കുന്നത്.
ബാംഗ്ലൂരിൽ നിന്നാണ് ആവശ്യമായ വിത്തുകൾ എത്തിച്ചത്. ഓരോരുത്തർക്കും നൽകേണ്ട വിത്തുകൾ അച്ഛൻ അനിൽകുമാറിനൊപ്പം ചേർന്ന് ചെറിയ പേപ്പർ പാക്കറ്റുകളിലാക്കിയാണ് സ്കൂളിലെത്തിച്ചത്. സ്കൂൾ പരിസരത്തും വിത്തുകൾ നട്ടു. ന്യൂസ് 18 ഇടുക്കി. ഗുഡ് ബൈ സോപ്സ് ആൻഡ് കോസ്മെറ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് QT at 10 ക്ലീൻ കേരള 25 എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. QT ദ ബ്യൂട്ടി സോപ്പ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് 10 വർഷമായതിന്റെ ഭാഗമായാണ് ക്യാമ്പയിൻ. സംസ്ഥാനത്ത് ഉടനീളം ശുചിത്വവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകൾ, കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണ പരിപാടികൾ, ശുചിത്വവുമായി ബന്ധപ്പെട്ട CSR ആക്ടിവിറ്റികൾ എന്നിവ ഈ വർഷം നടക്കും. ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ KP ഖാലിദ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇബ്രാഹിം ഖാലിദ്, ഇസ്മായിൽ ഖായിദ്, ഏരിയ സെയിൽസ് മാനേജർ K ഡാനി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂത്താട്ടുകുളത്തെ CPM കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയത് സഭയിലെത്തിച്ച് പ്രതിപക്ഷം. പൊതുജന മധ്യത്തിൽ വസ്ത്രാക്ഷേപം ചെയ്തെന്ന അടിയന്തര പ്രമേയം. പോലീസ് ഒത്താശയോടെയെന്നും ആരോപണം. പാലക്കാട് ബ്രൂവറി ആരോപണവും സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷ നീക്കം. നന്ദി പ്രമേയ ചർച്ചയ്ക്ക് ഇന്ന് തുടക്കം. പാലക്കാട് ബ്രൂവറി അനുമതിയിൽ ഉടക്കിയ CPI. മുന്നണിയിൽ ചർച്ച ചെയ്യാത്തതിൽ അതൃപ്തി. മന്ത്രിസഭാ അനുമതി മാത്രം പോരാ, പാർട്ടി എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യും. സമരം ചെയ്യുന്ന വൈദികരുമായി